അപ്പം രാവിലെ തന്നെ ഒരാൾ ഇവിടെ ലോലൊക്കെ മയക്കിരുത്തിയിരിക്കുകയാണ്. വെറും വയറ്റിൽ ഇപ്പച്ചിക്ക് നാരങ്ങ സോഡയും കൊടുത്തു, വല്യപ്പാക്കും നാരങ്ങ സോഡ കൊടുത്തിട്ടാ. ഡാഡിന്ന് ലീവിന് നമ്മുടെ അടുത്തേക്ക് വന്നാണ് കേട്ടോ. നാരങ്ങ സോഡ കുടിപ്പിച്ചു ഡാഡിനെ. ഇപ്പച്ചിക്ക് രാവിലെ തന്നെ നാരങ്ങ സോഡ 10 മണി കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാവരും എന്തെന്താ അഫിത് പിടിച്ച അഫിന്ന് വാ. ഇത് ബർത്ത്ഡേ സമ്മാനങ്ങളാ? ഇത് ഈ ഇരുമ്പും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലല്ലോ. മാഗ്നറ്റ് ഉണ്ടായി. എങ്ങോട്ടില്ലേ? ഇന്ന് പരിപാടി ഉണ്ട് മലപ്പുറം സ്കൂളിൽ. എനിക്ക് കൈ കൊടുക്ക്. സറു ജോർജിയയിലുള്ള ഇത്ര ഒരു പാവം, അതായത് 2 പാൻ്റെയും വെല്ലിപ്പാൻ്റെ ഇടയിൽ ഇരിക്കുമ്പോൾ ആ ഒരു ഓമനത്വം, ആ ഒരു ലളിതമായ രീതിയിലുള്ള ജീവിത രീതിയാണ് നമുക്ക് ഇവിടെ അസറുവിനെ കാണുന്നത്. പാവയാകെ കുടുങ്ങി, വെല്ലിപ്പാനി നടുവ് പോയിരുന്നും ചെയ്തു. അപ്പം ഇന്ന് നമുക്ക് കാണിച്ചു തരാനുള്ളത് മെസ്സിക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റുകളാണ്. ഒരു ബർത്ത്ഡേ മെസ്സിൻ്റെ ഇവിടെ കഴിഞ്ഞു. 43ാം ശതവാർഷികം. അപ്പൊ 44ാം വാർഷികം ഇവിടെ കഴിഞ്ഞു. 44. അപ്പം ഇതിൽ ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് മെസ്സിന്റെ ഷൂ ആണ്. ഈച്ചു തന്ന ഷൂ ആണ് കേട്ടത്. ഈച്ചു കൊടുത്ത കുറച്ച് സമ്മാനങ്ങളാണ്. ഇതാര വകയാ? അപ്പൊ ഇത് ഷാനത്താന്റെ വക ഒരു ബാഗ്. പിന്നെ മറിയം നൽകുന്ന ഒരു നല്ലെണ്ണയുടെ തപ്പി കിട്ടി. മറിയത്തിന്റെ ആളാണ്ട മെച്ചി. മറിയം ഗൾഫിൽ നിന്നും ഇവിടെ നിന്നൊക്കെ കിട്ടണേ. ഇതെന്താണ് ശരിക്കും? ലോഷന്, സ്പ്രേ പോലത്തെ ലോഷൻ. ഇതിനു വേണ്ടി ഇങ്ങനെ എന്നെ വിളിച്ച് പറയലുണ്ട്. പിന്നൊരു എന്തോ ഒരു ക്രീം. എന്ത് ക്രീമാണോ നമുക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിനിണങ്ങിയ കോട്ടൺ ചുരിദാറുകളാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഇത് കൊള്ളൂ? അത് കൊള്ളൂല്ലേ? ഒരു കിളിപ്പച്ച കളറ് കോട്ടൺ ചുരിദാറും ഒരു കിളിപ്പച്ച പാന്റും. ഇതെനിക്ക് പറ്റി. ഇതിന്റെ മനസ്സിനാണ് വൈറ്റും ബീട്രൂട്ടും. അപ്പൊ ഇന്ന് രാവിലെ ബെഞ്ച് എത്തിക്കണ്ട, അവിടെ ശബ്ദ പോലെ കിടക്കുന്നുണ്ട് ബെഞ്ച് ഫുള്ള്. ബെഞ്ച് രാവിലെ വന്നു. അപ്പം ബെഞ്ച് കൊണ്ടുവന്ന ന്യൂ ഇയറും ബർത്ത്ഡേയും പ്രമാണിച്ച് ബെഞ്ചിയുടെ വക ബെഞ്ചി കൊണ്ടുവന്ന ചുരിദാറുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പം ബെഞ്ചി നല്ല രീതിയിൽ ടാലി ആക്കിയിട്ടാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. ബെഞ്ചി 2 ഷർട്ടും വാങ്ങി. ഇപ്പച്ചിക്ക് ഒരു ഷർട്ടും വാങ്ങി. 2 ഷർട്ടും ബെഞ്ചി എന്ത് ചെയ്തു? മെല്ലെ വാങ്ങി. അല്ലെങ്കിൽ ബെഞ്ചി കൊടുക്കും. ഞങ്ങൾ നിൽക്കണ പോലെ നിൽക്കാൻ വെക്കൂല. അപ്പം ബെഞ്ചി ഒരു പാവായോണ്ട്, മനസാ വാചാ കർമ്മന പാവായോണ്ട് ഇങ്ങനെ പിടിച്ചിക്കാൻ കഴിയാത്തോണ്ട് അതെന്താ കേക്കോ? അപ്പൊ ബെഞ്ചി കുറച്ച് കേക്ക്, പ്ലം കേക്ക്, ഗോവൻ സ്പെഷ്യൽ ബ്ലാബ്ലിങ്ക. ഇതപ്പാ അതെന്താ നോക്കി രസമുണ്ടോ? രാവിലത്തെ തിന്നോ? അസറൊരു പൊട്ട് നോക്കട്ടാ, കത്തി കൊടുത്തിട്ട്. അപ്പം ഇന്ന് നമ്മളെ കൂടെ അച്ചപ്പം സംഭവങ്ങളും സാധനങ്ങളൊക്കെ ആയി. അപ്പം ഇന്ന് നമ്മളെ കൂടെ ചോക്കാട് പെടയന്താൾ സ്കൂളിലെ പ്രിൻസിപ്പൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രിൻസിപ്പാൾ ഇന്നലെ നമ്മൾ വീട്ടിൽ കാണാനില്ലായിരുന്നു. ഇന്നലെ വൈകുന്നേര സമയത്തൊന്നും ഇവിടെ അങ്ങനെ ഒരു ആളനക്കില്ലാത്തപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ പോയി നമ്മളെ പ്രിൻസിപ്പാൾ എന്ന് ചോദിച്ചു. അപ്പം മെസ്സി പറഞ്ഞു പ്രിൻസിപ്പാൾ ഒരു പറ്റം യുവാക്കളെയും കൊണ്ട്, സ്കൂളിലെ വിദ്യാർത്ഥികളെയും കൊണ്ട് യാത്ര പോയിരിക്കുകയാണ്, ടൂർ പോയിരിക്കുകയാണ്. അപ്പോൾ ആ ടൂർ വിശേഷങ്ങൾ നമുക്ക് ഇപ്പച്ചിനോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പച്ചി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ സ്കൂൾ ടൂർ? നമ്മളെ സ്കൂളത്തെ ടൂർ അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, ഞങ്ങൾ പാലക്കാടാണ് തിരഞ്ഞെടുത്ത്. പ്രാവശ്യം ഓരോ സ്ഥലങ്ങളും മാറിയാണ് പോകാറുള്ളത്. പാലക്കാട് ആദ്യം കോട്ട പോയി. ഇവിടുന്ന് പോയപ്പോൾ തന്നെ ഭയങ്കര ഹാരായിരുന്നു. അതാണ് വലിയ രസം. സ്കൂളിൽ നിന്ന് ബസ്
പുറപ്പെട്ടപ്പോൾ തന്നെ കലാപാനി എന്നാണ് ബസ്സിൻ്റെ പേര്. ആ സിനിമ അല്ല സിനിമയില്ല ഇട്ടത്, അതിൽ പാട്ടിട്ട ആദ്യം. അപ്പോൾ നോക്കുമ്പോൾ ഈ റാപ്പാണ്, ഈച്ചു പാടുന്ന അതേപോലത്തെ ഉള്ള റാപ്പുകളാണ്. അതിന് മുന്നിലുണ്ട് ഉല്ലസിച്ചോളൂ നശിപ്പിക്കരുത് എന്നുണ്ട് ആ ബസ്സിൻ്റെ മുന്നിൽ. അത് കുട്ടികൾ എന്നോട് ചോദിച്ചാൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, അത് വായിക്കാൻ കിട്ടുന്നില്ല. പക്ഷേ റാപ്പുണ്ട് ഇട്ട് നോക്കുമ്പോൾ അതിൽ പറഞ്ഞ ഓരോ അക്ഷരങ്ങളും തെറ്റാതെ പച്ച പരിഷ്കാരി, പച്ച മലയാളി, പിന്നെ തോക്കെടുത്തു അത് ഒരക്ഷരം പോലും വെക്കാതെ ആ കുട്ടികൾ മുഴുവൻ അവരെ വായിൽ നിന്ന് വരുന്ന കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. എപ്പോഴതൊക്കെ പഠിച്ചെടുക്കാൻ. അത് അവിടെ ബസ്സാർ എഴുതിച്ച ബോർഡ് വായിക്കാൻ അവർക്ക് ഞെരുങ്ങാണ്. പിന്നെ എഴുതി വെച്ചൊരു പ്രത്യേക ലിപിയിലാണ്, അതുകൊണ്ടായിരിക്കും അത് വായിക്കാൻ കിട്ടാത്തത്. അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. പിന്നെ മലമ്പുഴ ഡാം രാവിലെ സന്ദർശിച്ചോ? രാവിലെ തന്നെ ഞങ്ങൾ പിന്നെ ഒരു പെട്രോൾ പമ്പ് കയറി അവിടെ പിന്നെ നാസ്ത ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് കഴിച്ചത്. നല്ല പൊതുവായി വരുന്ന ടൂറുകളിൽ ഒരു മാറ്റവും കണ്ടില്ല. രാവിലെ തന്നെ പെട്രോൾ പമ്പ് കയറി അവിടെ സൈഡാക്കി അവിടുന്ന് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുപോയ സാധനം ഉണ്ടാവും, ഇവിടുന്ന് നിർമ്മിച്ചു കൊണ്ടുപോയ സ്കൂളിൽ നിന്ന് നമ്മുടെ ചേച്ചിമാർ ഉണ്ടാക്കിയ ടീച്ചേഴ്സൊക്കെ കൂടി സംയുക്തമായിട്ട് ഉണ്ടാക്കിയ നല്ല ചിക്കൻ കറി, ചൂടുള്ള. അത് പുതുമയാണ്, അത് എടുത്ത് പറയേണ്ട കാര്യം. നമ്മളൊക്കെ പോയ ടൈമിൽ എന്ന് വെച്ചാൽ ഈ വെള്ളപ്പം കുറച്ചേക്ക് മറ്റേ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ വലുതാക്കി ചെത്തിട്ടിട്ട് അങ്ങോട്ട് ഒരു വെള്ളക്കറി ഉണ്ടാക്കിയിട്ട് നമ്മളന്ന് പറ്റിച്ചു. അപ്പം ഞാൻ കരുതി അത് തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പം അതിന് പകരം ചോക്കാട് സ്കൂളിലെ കുട്ടികൾക്ക് നല്ല പൊറോട്ടയും മൊരിഞ്ഞ പൊറോട്ടയും അതിക്ക് തനതായ ചിക്കൻ കറിയും ട്രഡീഷണൽ ചിക്കൻ കറിയാണ് കൊടുത്തത്. ചിക്കൻ കറി ബാക്കി വന്നു എന്നുള്ളതാണ് അതിൽ വലിയ ഇത്. മറ്റേടത്തൊക്കെ ഇങ്ങനെ വരണ്ടി കൂട്ടലാണ്. അത് എന്താണ് ചിലപ്പോൾ കുറച്ച് വെള്ളം ചേർക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മളെ സ്കൂൾ ചെയ്തില്ല, ഏതായാലും ചെയ്തിട്ടില്ല. അങ്ങനെ നല്ല രീതിയിൽ പിന്നെ ആദ്യം ഞങ്ങൾ കോട്ട, ഹൈദരാലി ബ്രിട്ടീഷുകാരിൽ നിന്നും പിടിച്ചടക്കിയ കോട്ടയാണ്. പിന്നെ പാലക്കാട് കോട്ട കുട്ടികൾക്ക് അതിൻ്റെ ചരിത്രമൊക്കെ വിശദീകരിച്ചു കൊടുത്തു. ആ ട്രഞ്ച് കീറിയതും ബാക്കിയുള്ളതും അതിൻ്റെ ഉള്ളിൽ കൂടെ ചുറ്റി നടന്നു. അവിടുന്ന് ഒരു മരം 3 മരമായിട്ട് മാറുന്നുണ്ട്. ഒരു മരത്തിൻ്റെ ശാഖ ഇങ്ങനെ അടിയിൽ കൂടെ വന്ന് ഭൂമിയിൽ കൂടെ വന്ന് 3 മരങ്ങളായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച, മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതൊക്കെ കണ്ടു. അവിടുന്ന് എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഫാൻറ്റസി പാർക്ക്, അത് പിന്നെ ഒരു ലോകമാണ്, കുട്ടികൾ അങ്ങനെ അടിച്ചു പൊളിച്ച് അവിടെ അതിലുണ്ട്. അവിടെ ചെന്നപ്പോൾ ഉള്ള ഒരു അവസ്ഥ തന്നെ. ഞാനും തന്നെ ഈ വേവ്സിലൊന്നും ഇറങ്ങിയിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ഒന്ന് ആറാടാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം നോക്കുമ്പോൾ ഈ പെൺകുട്ടികളൊക്കെ അവിടെ ബൗണ്ടറി തിരിച്ചിട്ടുണ്ട്. പെൺകുട്ടികളെ ആ ഒറ്റകൾ അവിടുന്ന് ഇങ്ങോട്ട് നീന്തി വന്നിക്കണ്. അനാൻഷാറ്റപ്പ അനാൻഷ വന്നിക്കണോ, സ്റ്റീലോ, ഇങ്ങനെ കെട്ട് ഇതായിട്ട് ഒന്ന് ഒഴിഞ്ഞു മാറി കുതിര വിടാന്ന് കരുതി നോക്കുമ്പോൾ തന്നെ ഇവിടെ ഓടി വന്നിട്ട് ചുറ്റും വന്ന് അങ്ങനെ കുറേ വെള്ളം കുടിച്ച് ഞാൻ ഇവരോട് മറുപടി പറഞ്ഞിട്ട്. പിന്നെ കുറേയൊക്കെ ടീച്ചർമാർ മറുപടി പറഞ്ഞാൽ അതെ അനാൻഷാൻ്റെ ഒപ്പീനിയാണ്. ചില ആൾക്കാർക്ക് സംശയം ആണോ അല്ലേ അതോ ഡൂബ്ലിയാണോ എന്നൊക്കെ എല്ലാ രീതിയിൽ അങ്ങനെ. അതിൻ്റെ ഉള്ളിൽ നിന്ന് വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു ഞങ്ങൾ പ്രിഫർ ചെയ്ത്. 3 ഐറ്റം ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, പിന്നെ വെജിറ്റബിൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി, സാദാ മീൽസ്. വെജിറ്റബിൾ ബിരിയാണിയും സാദാ മീൽസുമാണ് നമ്മൾ എന്ത് ചെയ്തത്, സെലക്ട് ചെയ്തത്. അങ്ങനെ അവിടെ ഒരു 3:30-4:30 മണി വരെ എന്ത് ചെയ്തു, 4:30 മണി വരെ ഞങ്ങൾ അവിടെ പിന്നെ ചിലവഴിച്ചു. അതിൽ കുറേ റൈഡ്സുകൾ, പിന്നെ അതുപോലെ തന്നെ 3D വെച്ചുകൊണ്ടുള്ള ഒക്കെ നല്ല കുട്ടികൾക്ക് ഭയങ്കര ഹരായി. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി നേരെ ഡാമിൻ്റെ അവിടേക്ക് വന്നു. മലമ്പുഴ ഡാം, അതായത് ഇപ്പോൾ പ്രാചീനമായി തുടർന്ന് പോകുന്ന കുറച്ച് ചട്ടങ്ങൾക്ക് ലംഘനം വരുത്താതെ ആ ഡാമിക്ക് നിങ്ങൾ പോകും. അതായത് ഇപ്പോൾ ഇന്നത്തെ വിനോദം മാത്രമായിട്ട് മാറിയിട്ടുണ്ട്, പിന്നെ യാത്രയായിട്ട് മാറിയിട്ടുണ്ട്. ശരിക്കും സ്റ്റഡി ടൂറാണ്, പഠനയാത്രയാണ്. അതിൽ വിനോദവും ആവാന്നേ ഉള്ളൂ. അപ്പം വെറും വിനോദമായിട്ട് ഇപ്പം രാവിലെ തന്നെ സിൽവർ സ്റ്റോമ് കയറിങ്ങാണ്ട് അതിൽ മുഴുവൻ പിന്നെ കുറേ ആൾക്കാരുണ്ട് വെറുതെ പഠിക്കാതെ അതിൽ പിന്നെ അത് മാത്രമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളിത് വ്യത്യസ്തമായിട്ട് എല്ലാം മിക്സ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ഡാമിൻ്റെ ചരിത്രം വിശദീകരിച്ചു കൊടുത്തു. എന്താണ് ഡാം, എങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത്, എവിടെയാണ് കെട്ടിയിരിക്കുന്നത്, എപ്പോഴാണ് വെള്ളം തുറന്നു വിടുക, വെള്ളം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെയുള്ള തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ മുകളിൽ കയറി ആ ഗാർഡനിൽ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്താൽ ഡാമിൻ്റെ ഏറ്റവും ടോപ്പിൽ കയറി അതിൻ്റെ മുകളിൽ നിന്ന് അടിയിലേക്ക് നോക്കിയിട്ട് കാണുന്ന ആ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. പിന്നെ അങ്ങേ തല മുതൽ അങ്ങേ തല വരെ കുട്ടികൾക്ക് നടന്ന് കൊണ്ട് കാണിച്ചു കൊടുത്തു, സംഗതികൾ വിശദീകരിച്ചു കൊടുത്തു.
പിന്നെ കണ്ട കുട്ടികൾക്ക് കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നു സ്നേക്ക് പാർക്ക്. പാമ്പുകൾ, വിഷമല്ല പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളും ഒക്കെ വെച്ചുകൊണ്ടുള്ള അതിൻ്റെ വലിപ്പം കാര്യങ്ങളും 5-5.5 മീറ്റർ വരും രാജവെമ്പാലയൊക്കെ. അതൊക്കെ അങ്ങനെ ശരിക്കും ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കാഴ്ചകൾ ഇങ്ങനെ ഭയങ്കര ഇതായിരുന്നു. കുട്ടികൾക്ക് അതിൽ കൗതുകം. അത് ഇവർക്ക് എന്തിനാണ് AC ഇട്ട് കൊടുത്തിങ്ങന്നാണ്. രാജവെമ്പാലയ്ക്ക് AC ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കത് അറിയില്ല. അതാണ്. അപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കണ്ട് അവർ സൗകര്യം ചെയ്തു തരാണ്. അപ്പോൾ പിന്നെ അവർക്ക് AC ഇട്ട് കൊടുക്കണ്ടേ? അത് കുട്ടികളെ മനസ്സിലാക്കുന്നില്ല. നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചിന്തിച്ചു AC കിടക്കണമെന്നുള്ള ഒരു ചിന്ത ഉണ്ടാവും. അതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഞങ്ങളെ കാഴ്ചയായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ഉണ്ണിയപ്പം ചായയും കഴിച്ചു കേട്ടോ. അത് പറയാൻ മറന്നുപോയി. പിന്നെ എത്ര റുപ്യ പാക്കേജ്? 1200 വാങ്ങിയിട്ടുണ്ട് അവരെന്ന്. ബാക്കി ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാണ്. അങ്ങനെ ബസ്സിൻ്റെ റേറ്റും ഭക്ഷണവും ഈ ടിക്കറ്റുകളും കാര്യങ്ങളൊക്കെ. പിന്നെ അക്വേറിയ കണ്ടു, ഫിഷ് അക്വേറിയ. അത് നല്ലൊരു കാഴ്ചയായിരുന്നു. വിവിധ ഇനം മത്സ്യങ്ങൾ, ഞണ്ടുകൾ, ആമകൾ, പിന്നെ പ്രോൺസ്, ചെമ്മീനാ. മീൻ മാർക്കറ്റിന്റെ പോലെ ജീവുള്ള ചെമ്മീനാ. ഞാൻ കണ്ടിട്ടില്ലല്ലോ അക്വേറിയത്തില്. ഇത് ജീവിച്ച് കിടക്കാണ്. അതാണ് അകരത്തിലുണ്ട്. ആ രീതിയിലുണ്ട്. അങ്ങനെ പിന്നെ 8:30 മണിക്ക് ശേഷം പിന്നെ കുട്ടികൾക്ക് പർച്ചേസിങ്ങിന്. അപ്പോൾ ഓരോരുത്തർക്ക്, അപ്പോൾ ഞാൻ ആദ്യം അവർക്ക് നിർദ്ദേശം കൊടുത്തിരുന്നു. 100 റുപ്യേൻ്റെ 10 റുപ്യേൻ്റെ സാധനത്തിന് 100 റുപ്യ പറയും, പക്ഷേ 10 റുപ്യ കൊടുക്കാൻ പാടുള്ളൂ ആണ്. അത് പറഞ്ഞുകൊണ്ട് കുട്ടികൾ പൈസ വല്ലാതെ നഷ്ടപ്പെടാതെ അവർക്ക് ഇതാക്കാൻ വേണ്ടി കഴിഞ്ഞു. കാരണം ഇല്ലെങ്കിൽ അതേ വില തന്നെ അവർ കൊടുക്കും. 100 റുപ്യ എന്ന് പറയുമ്പോൾ കുട്ടികളെ സാമ്പത്തികപരമായി ഇപ്പം ഒരുപാട് രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കഴിഞ്ഞുള്ളതാണ്. എന്തെന്നുള്ള സ്പെഷ്യൽ അങ്ങനെ അങ്ങനെ എന്ത് ചെയ്തു, ഞങ്ങൾ അവിടുന്ന് പിന്നെ ഒരു 8:30 9:30 മണിയപ്പോൾ അവിടുന്ന് ടീച്ചർമാരും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങി. 9:30 ഞങ്ങൾ നല്ലൊരു സ്ഥലത്താണ്, അത് പിന്നെ മുണ്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയത്. അത് നമുക്ക് നല്ലൊരു ഫുഡാണ് അവർ നൽകിയത്. അവരെ ഹോട്ടലിൻ്റെ പേര് ഞാൻ ഓർക്കണില്ല. നല്ല ഹോട്ടലാണ്. നല്ല ചൂടുള്ള നെയ്ച്ചോറും പിന്നെ അതല്ല ചിക്കൻ പീസ് ചിക്കൻ പീസും നല്ല ടേസ്റ്റില്. അത് ഹെവി ട്രിപ്പാട്ടാ. നമ്മളെ സ്കൂളുണ്ടല്ല ഫുള്ള് മുക്കും. അതായത് രാവിലെ വെജിറ്റബിൾ കറി, ഉച്ചക്ക് മുട്ടക്കറിയെ കൊടുക്കുള്ളൂ. പിന്നെ വൈകുന്നേരം അപ്പോ അസുഖം ബഡ്ജറ്റിലായിട്ട് പറയണേ. എന്നിട്ട് വെജ് മതി പറഞ്ഞ കുട്ടികളൊക്കെ പറ്റിച്ചു. കുട്ടികൾ നല്ല സുഭിക്ഷമായിട്ട് അവർ ഭക്ഷണം കഴിച്ചു. അവർ നല്ല നാരങ്ങ പിഴിഞ്ഞ നല്ല കട്ടൻ ചായയും അത് കൂടിയാണ് അപ്പം എടുക്കുന്നത്. സബാഷ് മച്ചാനെ അടിച്ച് മറിഞ്ഞു. ഇത് പോരെ മച്ചാന്. അപ്പൊ ഞങ്ങക്ക് മലമ്പുഴയിൽ നിന്നും പാമ്പ് 2-3 പാമ്പിനെ കുറെ കഥകൾ കൊണ്ടുവന്നു. ഒരുപാട് സ്റ്റോറീസ് ആണ് മലമ്പുഴയിൽ നിന്നും എനിക്ക് കൊണ്ടുവരാനുള്ളത്. ഇതിൻ്റെ ഇടയിൽ നല്ലൊരു രസമുണ്ടായി. ബസ്സിൽ പോയപ്പോൾ വെറുതെ ഞാനൊരു ടിക്കറ്റ് ഇറക്കി കുട്ടികളോട്. ഞാൻ പറയുന്ന പിന്നെ പാടുന്ന പാട്ടിന് ആഡ് 1 മോർ ലൈൻ, ഒരു ലൈന് കൂടി ചേർത്ത് പാടിയാൽ പിന്നെ ഒരു സമ്മാനം തരാറുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ ആണ് പാടിക്കൊടുത്തു. നേരാണേ ഇത് പേരിൻ്റെ ഉള്ളിലെ നേരാണേ, ചെമ്പോത്തിലൊരു പോത്തുണ്ടെന്നാൽ ചെമ്പോത്തൊരു പോത്തല്ല, പൊന്മാനിലൊരു മാനുണ്ടെന്നാൽ പൊന്മാനൊരു മാനല്ല, നേരാണേ ഇത് പേരിൻ്റെ ഉള്ളിലെ നേരാണേ, കാളികാവിൽ കാവുണ്ടെന്നാൽ കാളികാവ് കാവല്ല, പൂത്തിരിയിൽ പൂവുണ്ടെന്നാൽ പൂത്തിരി ഒരു പൂവല്ല, കോമരത്തിൽ മരമുണ്ടെന്നാൽ കോമരം ഒരു മരമല്ല, നേരാണേ ഇത് പേരിൻ്റെ ഉള്ളിലെ നേരാണേ. ഇനി ഒരു ലൈന് പാടി തന്നു. പൂക്കോട്ടും പാടത്തിൽ പൂക്കോട്ടും പാടുണ്ടെങ്കിൽ പൂക്കോട്ടും പാടല്ല എന്ന് പറഞ്ഞു. പൂക്കോട്ടും പാടാറുണ്ട്. അതിൽ ഒരുത്തൻ ചോക്കാടിൽ ഒരു കാടുണ്ടെന്നാൽ ചോക്കാടൊരു കാടല്ല. കുട്ടിയെ കിട്ടി. മതി. ഓനൊരു ലൈന് ഓന് സമ്മാനം തരിക. സമ്മാനം നിങ്ങൾ വൈകുന്നേരം വാങ്ങണ കൊടുത്ത്
എന്നെ കണ്ടാൽ മതി, അവിടുന്ന് ഞാൻ സമ്മാനം വാങ്ങി തരുന്നതാണ്. അവിടെ കറക്റ്റ് വന്ന് കാണും. അപ്പം എന്ത് ചെയ്തറിയാം, ഞാൻ ബസ് കയറി ക്ഷീണിച്ചിട്ട് അതിൽ സാറേ ഇറങ്ങി വരി സമ്മാനമായി തരാനേ. ഞാൻ എന്താടാ നിങ്ങൾ സമ്മാനമായി തരാൻ അജി വാങ്ങിക്കൊണ്ടുവരാൻ. അതിലിട്ട് ഇപ്പം കണ്ട് ഒരു അവിടുന്ന് സാധനം എത്ര നീളല്ലൊരു സാധനം വലിച്ചിങ്ങനെ കൊണ്ടുവരണം, ഒരു തോക്കില്ലേ കിട്ടിയ മുതലാക്കാണ്. കിട്ടിയ സമയം മുതലാക്കാണ്. അപ്പോൾ പറഞ്ഞു ഇതിനെത്ര അയച്ചു, 150 റുപ്യാണ്, 130 റുപ്യക്ക് തീർന്നിറങ്ങണ കാരണം. അജി വലിയ കൊമ്പാണല്ലോ പിടിച്ചിരിക്കുന്നത്, ഞാനൊരു 50 റുപ്യക്കൊക്കെ സാധനം വിചാരിച്ചത് പറഞ്ഞു. ഇറങ്ങിപ്പോയി. ഞാൻ ഇറങ്ങി ചെന്ന് ആൾ പറഞ്ഞത് എൻ്റെ കുട്ടിയാണ്, 50 റുപ്യ എന്നളിയാ, 50 റുപ്യക്ക് 130 റുപ്യേൻ്റെ സാധനം 50 റുപ്യക്ക് കൊടുത്ത് ഓനെ തടി രക്ഷപ്പെടുത്തി. അപ്പൊ അങ്ങനെയായിരുന്നു ഇപ്പച്ചിന്റെ നല്ല രീതിയിലുള്ള ട്രിപ്പാണ്. ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. തിരിച്ചു വന്നപ്പോൾ മക്കള് ഒരു പിന്നെ സിനിമ ഇട്ട് കൊടുത്തു. ഏതാ ലിയോ, ഏതാ പടം? ലിയോ ഒരു സാധനം പോട്ടത് അതാ ഏതാ അറിയില്ല. എന്നാ ഞാൻ പാട്ട് നടന്റെ പേരറിയോ? മറ്റേ ചങ്ങാതി തമിഴിലെ സൂപ്പർ ഹിറ്റ് ഇല്ലേ, വിജയ്. ബാഡാസ്മയാണ് ആ പടം. ബാഡാസ്മ ഒരു ഹിമക്കരടിനെ മറ്റേത് മറ്റേ തോക്കെടുത്ത് കൊല്ലുക, വെടി വെക്കുക, കൊല്ലുക. ഇന്ന ഫേവറേറ്റ് പാടാണ്, ഇന്ന കത്തിപ്പാടാണ് അത്. ബാഡാസ്മ പാടിയിരുന്നല്ലേ. അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പൊ അങ്ങനെ വളരെ നല്ല രീതിയിൽ തിരിച്ചെല്ലാരും പിന്നെ കുട്ടികളെ ഇവിടെ തിരിച്ചെത്തിയപ്പോൾ കുറച്ച് വഴിക്കച്ച കുറച്ച് ഉറങ്ങിയപ്പം പിന്നെ ചോക്കാട് അങ്ങാടി എത്തിയപ്പോൾ എല്ലാവരെയും വിളിച്ചുണർത്തി. പിന്നെ രക്ഷിതാക്കളെല്ലാം ആ സമയത്തെല്ലാം കുട്ടികളെ കാത്ത് റോഡിൻ്റെ ഇരുവശങ്ങളിലും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം വരവേറ്റ് അവർ കൊണ്ടുപോയി. 3-4 ഇല്ല. ഇവിടെ പറയുന്ന പോലെ കൊണ്ടുപോകാം എപ്പോഴും. ചാടിക്കാൻ പോവാ. വരി ഡാഡി വരി. അപ്പം അസറു വരൂ. അപ്പം ഇത്രയും നേരം നമുക്ക് വീഡിയോ എടുത്ത് സഹകരിച്ച നമ്മുടെ സഹകരണ സ്ഥാപനം അസറുമാണ്. അസറു ഇന്ന് കൊണ്ടോട്ടി ഒരു എയർപോർട്ടിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. തിരിച്ചു പോകാനല്ല, എന്തോ ഒരു ആവശ്യത്തിന് പോകണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചായ അടിക്കാൻ പോവാം. വരൂ. അഫീഫ് വന്നപ്പോ തന്നെയുള്ള സോഡയൊക്കെ വെല്ലിപ്പാക്ക് അലക്കി കൊടുത്തേണ്ട ആകെ മേലക്ക് വരുന്നത്. ഈ സ്കോഡനെ കുടിച്ചപ്പോ അവിടുന്ന് ഇളകാൻ തുടങ്ങി. അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി അടുക്കളയിൽ എത്തിച്ചേർന്നു. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താ വെച്ചാൽ ചിക്കൻ കറി, നാടൻ കോഴിക്കറി, നെയ്ച്ചോർ, ഇക്കു പൊരിച്ചത്, ബീഫ് വറുത്തരച്ചത്. അതായത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഹെവി ചിക്കനും ബീഫും പപ്പടമൊക്കെ ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചിക്കൻ കറി ബാക്കിയായി പറഞ്ഞു. നാടൻ കോഴിയാണ്, ഒരു പയം തന്നെ മെല്ലെ വന്നിട്ടാ നാരങ്ങ കുടിച്ചാൽ തുടങ്ങിക്കോ. ആടാ എന്നിട്ട് ഇജ്ജ് കുടിച്ചാൽ അടിച്ചു പോണ സാധനം വെല്ലിപ്പാക്ക് ഉപ്പാർക്ക് കളിക്ക് കൊടുത്തല്ലേ. ആ ഡാഡി അത് ആകെ അടിച്ചു പോയി അവിടെ നിക്കണേ. വരുന്നുണ്ട് വേതാളം എന്നാണ് പറഞ്ഞത് രാജമാത. അപ്പം ആഴ്ചമാത ഇന്ന് നമ്മൾ ചായക്ക് വേണ്ടി എന്തൊക്കെയാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്? എന്താ തയ്യാറാക്കി? ഒന്നും തയ്യാറാക്കില്ല. നെയ്ച്ചോറ്, ബീഫ്, ചിക്കൻ കറിയും നെയ്ച്ചോർ ബീഫ് വരട്ടും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. വറുത്തരച്ച കോഴിക്കറി. നമ്മളെ 2 ദിവസം മുമ്പ് നമ്മളെ പരിപാടികൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഉഷാറായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. ഒരുപാട് കാലത്തിന് ശേഷം ഇന്നാളും ഇതേമാതിരി ഉണ്ടായിരുന്നു. അടുത്ത പരിപാടി ഗ്രാൻഡ് പരിപാടി ആവട്ടോ. അതിന് ഇൻഷാല്ലാ വരും ഗ്രാൻഡ് പരിപാടി. അത് നമുക്കിപ്പോ കാരണം വേണ്ടല്ലോ, അത് കിട്ടിയാണ് വെക്കുന്നുണ്ട് ഗ്യാപ്പിന് പരിപാടി. എല്ലാവരും ഒഴിവില്ലെന്ന് പരിപാടി പടക്കൊക്കെ പൊട്ടിച്ച്. അപ്പൊ ഇവിടെ വേറെന്തോ വേവുന്നുണ്ട്. പിന്നെ ഇവിടെ
ഇന്ന് ഉച്ചക്ക് മത്തി രാവിലെ ബീഫും കോഴി ഉച്ചക്ക് മത്തിയും ഇവരൊക്കെ നേരെ തല തിരിച്ചാണെന്ന് തോന്നുന്നു. നിഹാൽക്ക ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. ഈശ്വരനെ വിളിക്ക്. എന്താ ഒരു മനുഷ്യൻ എന്നാണ് ക്വാണ്ടിറ്റി നല്ലത്. ഇപ്പൊ വരെ നബീലിനെ സൈക്കോ ചോട്ടോ. സൈക്കോ അതെടുത്താ അപ്പൊ എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് കാണാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ ഒരു വ്ളോഗ് പറഞ്ഞാൽ 2 വ്ളോഗിൻ്റെ ബ്ലെൻഡാണ്. അപ്പം അങ്ങനെ പറഞ്ഞാൽ ഇപ്പം ഇന്നലെ ബാസിൽ വന്നപ്പോൾ വീട്ടിലെടുത്ത കുറച്ച് വിഷ്വൽസ് ഉണ്ട്. അപ്പം ബാസിലിനെ വരവേൽക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ ആ സംഭവങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന വിഷ്വൽസ്. ഇതുവരെ കണ്ടതല്ല ഇന്ന് നടന്ന കാര്യമാണ്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് ഇന്നലെ നടന്ന കാര്യമാണ്. അപ്പം ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒപ്പം വ്ളോഗ് ഇടാന്ന് വിചാരിച്ച് രണ്ട് കണ്ടന്റ് ആക്കേണ്ട ഒരു സെയിമിൽ തന്നെ ഓടിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പം ഇനി ബാസിലിനെ കാണുന്ന ഇന്നലെ നമ്മൾ മീറ്റ് ചെയ്ത വിഷ്വൽസ് എല്ലാം കാണാം. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ ഞാൻ ഒരു സ്ഥലത്ത് പോയിരുന്നോ സൽക്കാരല്ല വേറെ പരിപാടി ഇന്ന് ഷൂട്ടില്ലേനോ. നിങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് ഷൂട്ടെല്ലാം സാധിച്ചു ഉച്ചയാകുമ്പോൾ ഷൂട്ടൊക്കെ നല്ല വൃത്തിയിൽ നടന്നത്. നിങ്ങളില്ലാത്തൊരു ഞാൻ പറഞ്ഞ പോസ്റ്റ് വെഡിങ് ഷൂട്ട് ഇന്ന് ബാസിലിന്റെ പോസ്റ്റ് വെഡിങ് ഷൂട്ട് ഉണ്ടായിനി. നമ്മളെല്ലാരും റിസോർട്ട് നേരത്തെ പ്ലാൻ ഇതിൽ എറിഞ്ഞു കളിച്ചടാ. എങ്ങനെയുണ്ട് ബാ, എനിക്ക് എന്റെ എക്സ്പീരിയൻസ് ചോദിക്കട്ടെ. അപ്പം ആദ്യമായിട്ടാണ് എനിക്കൊരു പുതിയ ആപ്പിളിനെ നേരിട്ട് സാധാരണ അർഷുവിനെ പോലെ എനിക്ക് ഇങ്ങനെ കിട്ടിയിട്ടില്ല. സാധാരണ അർഷുക്ക് എന്താ വെച്ചാൽ 1 മാസം 1.5 മാസത്തിന് ശേഷമാണ് എനിക്ക് മുഖം കാണിച്ചു തന്നില്ല. അപ്പൊ ബാസിന് 4 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ ഇതിലേക്ക് മടങ്ങി വന്നു. അതായത് ഒരു പുതിയ ആപ്പിൾ ആയതിനു ശേഷം ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? മാറ്റങ്ങളൊന്നുമില്ല, നമുക്കൊരു ഉത്തരവാദിത്വ ബോധമുണ്ട്. കാരണം അവിടെ ആളുണ്ട് എന്നുള്ളൊരു സാധനം നമ്മളെ മനസ്സിലെപ്പോഴും ഇങ്ങനെ അതായത് നമ്മൾ എവിടെ പോകുമ്പോഴും അവിടെ ആളുണ്ടല്ലോ, ആ സാധനം വരും, എല്ലാവർക്കും വരും. എന്താണ് മുഖത്ത് കുരുവൊക്കെ അതെന്താ അറിയില്ല, പ്രേമക്കുരാണെന്ന് തോന്നുന്നു. അവിടെ ഒരാളില്ലേ ഇപ്പൊ പ്രേമം ഉള്ളത് കൊണ്ട് ഇപ്പൊ നമ്മളെ പോലല്ല, പ്രേമൊക്കെ ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കുടുംബക്കാരൊക്കെ എന്ത് പറയുന്നു? എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയാണ്. കുടുംബക്കാരല്ലേ ഹാപ്പി. എത്ര സൽക്കാരങ്ങൾ ഇപ്പൊ കറന്റ് അറ്റൻഡ് ചെയ്തു? സച്ചിനോട് റൺസ് വയ്ക്കണ പോലെ സൽക്കാരങ്ങള് എന്താ പറഞ്ഞു സൽക്കാരം വിളിച്ചില്ല പറഞ്ഞത് അങ്ങനെയല്ല. അതല്ലേ കല്യാണം കഴിഞ്ഞിട്ട് വരാം, നിക്കാലം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ പിന്നെ ചില ആൾക്കാർ ഭയങ്കര നിർബന്ധിക്കും, ഒഴിവാക്കാനാവാത്ത സൽക്കാരം ഒന്നും തരാൻ അങ്ങനെ പോയി. അപ്പൊ ഒഴിവാക്കാനാവാത്ത സൽക്കാരങ്ങൾ അത്രയും പ്രഷർ കൊടുത്ത് വിളിക്കുന്നത് മാത്രമാണ് ഇപ്പൊ നമ്മൾ അറ്റൻഡ് ചെയ്യണത്. പിന്നെ ഓളെ കരിക്ക് പോയി ഓളമ്മാക്ക് ഇപ്പൊ നമ്മളെ ഏകദേശം മനസ്സിലായി, നമ്മള് മധുരം കൂട്ടൂല, പാവട് കൊറേ സാധനം ഉണ്ടാക്കിയ ചെയ്യും. പക്ഷെ നമ്മള് കൂട്ടാത്തോണ്ട് പിന്നെ 2ാമത് ദിവസം പോയി. ഇപ്പൊ ഷുഗർ കട്ട മധുരം കൂട്ടില്ല. ഓലെ വീട്ടില് 2 ദിവസം പോയി, ഓളെ കൊണ്ടുവരാൻ വേണ്ടി പോയി. അപ്പൊ ഇവനുണ്ടല്ലോ 1 ദിവസം കൊടുത്തിട്ട് പിറ്റേ ദിവസം കൊണ്ടാക്കി മറ്റന്നാളെന്നെ കൊണ്ടുവരും. അതല്ല മറ്റന്നാളൊന്നുമില്ല, ഇന്ന പോണ നാളെ ഇപ്പം ഉമ്മാന്റെ അവിടുന്ന് എല്ലാരും പാടെ ഒന്ന് കൂടണം പറഞ്ഞേ. അപ്പൊ പിന്നെ ഓള എന്തായാലും കൊണ്ടുവന്നു അടിച്ച് കേറാൻ. അപ്പൊ അതല്ല, അപ്പൊ ഇന്നലെ ഓൾറെഡി ലീവാണല്ലോ, ഓൾറെഡി ലീവ് ആണല്ലോ, പിന്നെ പരിപാടിയിൽ ന്യൂ ഇയർ ആണല്ലോ, 31-ാം തീയതി കൊല്ലം അവസാനിച്ചല്ലോ. അതല്ല, ഇതൊക്കെ വിശേഷ ദിവസങ്ങൾ എനിക്ക് കൊണ്ടുപോയി. പിന്നെ അതിന്റെ അടിയിലേ ഒരു ഒഴിവില്ല ഇപ്പൊ ഇന്നല്ലേ, പിന്നെ 3 ദിവസം കിട്ടുമല്ലോ എഴുതിയാണ്ട് മിഞ്ഞാന്ന് പോയി അങ്ങനെ കൊണ്ടുവന്നു. അപ്പൊ ഇനി ഇടക്കിടക്ക് കൊണ്ടുവരലുണ്ടാവും. ഇന്നലെ റിസോർട്ട് വരാൻ പറ്റാത്താണ് ഇപ്പൊ ഒരു ഇത്. ഓള് പറഞ്ഞു ഞങ്ങളെല്ലാരും കുറെ കാലം കൂടുന്നത്, ഞങ്ങൾ പോയിക്കോളി. അത് സീനില്ല, ഞാനോട് പറഞ്ഞല്ലോ. കാരണം വെച്ചാൽ നമ്മള് ഇപ്പൊ അർഷു എങ്ങനെയാന്ന് വെച്ചാല് നമ്മളെ കൂട്ടത്തിൽ എന്താ പറയുക, നമ്മളിങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇത് നമ്മൾ സങ്കടം കൊണ്ട് പറയണം. കാരണം നമുക്ക് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഞാൻ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ആപ്റ്റായി വരുന്നുണ്ട്. നമ്മളെല്ലാവരും ബാച്ചിലേഴ്സ് ലൈഫ് ജീവിച്ച ആൾക്കാരാണ്. നമ്മൾ ഈ ഒരു നമ്മളെ കൂട്ടത്തിൽ ആൾക്കാർ കെട്ടിപ്പോലെ തുടങ്ങിയിട്ടുള്ളൂ.
അപ്പൊ അർഷു പോയ ടൈമിൽ കുറെ പോവും. എന്ത് അപ്പം അർഷു പോയ ടൈമിൽ നമുക്കുള്ളതിന് ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് വെച്ചാൽ അർഷുവിന് ഒരു പരിപാടിക്ക് നമുക്ക് കിട്ടില്ല, ഭയങ്കര റിസ്ക്കാണ്. പക്ഷെ നമ്മളൊരാൾ കുറ്റപ്പെടുത്തിയിട്ട് ഒപ്പം ഭാഷ നമ്മളങ്ങനെ കുറ്റം പറയാൻ നിൽക്കില്ല. കാരണം എന്താ വെച്ചാൽ അത് നമുക്കറിയാം. പിന്നെ കുറച്ച് കുടുംബക്കാരും കൂട്ടക്കാരൊക്കെ ആയിരിക്കും. കാരണം ഇവർക്കൊക്കെ കംപ്ലൈന്റ് ഉണ്ടാവും. നമ്മളൊക്കെ ഒന്ന് പൂജയിലാണ് നിൽക്കുന്ന സീനുകളുള്ള സീനുകളാണ്. ഒരു 4 പടക്ക ഏറെ പൊട്ടിച്ചാൽ ഞങ്ങളെന്താ വെച്ചാല് ഒരു 30 പൊട്ടിച്ചാൽ പടക്കം പൊട്ടിച്ചാൽ എല്ലാവരും തീരുമാനം. പടക്കത്തിലാണ് ഈ ഒരു റിലേഷൻ തന്നെ നിൽക്കുന്നത്. അസരോ അസരോ ഇവിടെ നാല് പടക്കം പൊട്ടിച്ചാൽ നമുക്ക് ഞാൻ പൊട്ടിച്ച എന്റെ ഫ്ലക്സ് അവിടെ ആയിക്കോട്ടെ. നമ്മളെ 2 ദിവസം കാണാത്ത പോതില് മറന്നു റോഡിലിറക്കി കിട്ടാ തെളിവിട്ട് റോട്ടിൽ ഇറക്കിട്ട് ചോറിനെ പറയാണ്ട് റോട്ടിൽ ഇറക്കിട്ട് എന്നാ ചോറിനൊന്ന് വിളിച്ച അതുമില്ല. ഓന്റെ പെരീന്ന് ചോറിന് പോയിരുന്നത്. ചോറിനില്ല വെള്ളം കുളിച്ചു. ചോറ് വേണ്ട അവിടെ ഫുഡ് ഉണ്ടാക്കി വെച്ചിരുന്നത്. ഇന്ന് ഫുഡ് ഉണ്ടാക്കിനെ അപ്പൊ ഇന്നെ കൊണ്ടുപോയതും ഇല്ല. എന്നിട്ട് റോട്ടിൽ ഇറക്കി. നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ ബാസിൽ ഒരു ഫുഡും ഒരു 1000 രൂപയ്ക്ക് പടക്കം വാങ്ങി തന്നല്ലേ നമ്മൾ കൊണ്ടാണെങ്കിൽ ഒരു 10,000 പരിപാടി ഒരു 10,000 രൂപ പടക്കം ഇജും പൊട്ടിച്ചാൽ കൂടണം. കാരണം കല്യാണത്തിനല്ല. അല്ല നമ്മള് പൊട്ടിച്ചു. അങ്ങനെ നമ്മള് പൊട്ടിച്ചു. ഞാനൊരു തീരുമാനം ആയിക്കോട്ടെ. അപ്പൊ ബാസിൽ തിരി കൊടുക്കുന്ന ഒരു പടക്ക ഷോ വൻ ഇപ്പോഴല്ല പൊട്ടിക്കണേ. കല്യാണത്തിന് സീന്. നൂറ് നമ്മൾ എന്താണ് പറയുക ഇന്നത്തെ പരിപാടിയെ കുറിച്ച് എന്താണ് റിവ്യൂ? ഇന്നലെ പരിപാടി ഇന്നലെ തീ പാറി. ഇന്നത്തെ പരിപാടിക്ക് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര മിസ്സായി പോയി. അത് എനിക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന പരിപാടി. പരിസരവാസികളും പ്രദേശവാസികളും പാവം ചെറുക്കന്മാര് അതായത് ഇത്ര പെട്ടെന്ന് പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഓല് വന്ന് ഞാൻ പറഞ്ഞു ആദ്യം 2 മിനിറ്റ് കൊട്ടണം, ഇമ്മച്ചിനെ കൊണ്ടുവരണം. 2 മിനിറ്റ് കൊട്ടി അതിലെല്ലാവരും കുഴങ്ങി. അതിന് കേക്കൊക്കെ മുറിച്ച് ആൾക്കാരൊക്കെ നാട്ടിൽ കൂടി പെരും സൗണ്ട് ആയി. ഞാൻ പറഞ്ഞു 5 മിനിറ്റ് കൂടി കൊട്ടിയത് 2 മണിക്കൂർ നിന്ന് കൊട്ടേണ്ട കേൾക്കാം. മൈക്ക് മാത്രം മൈക്കൊക്കെ തല തിരിഞ്ഞടാ. പൊട്ടിയാണ്ട് വണ്ടിയിൽ ടയറോട് ഊരിയ മൈക്കാക്കുഞ്ഞ. മൈക്കന്റെ ഇത് മൈക്ക തലയിരിഞ്ഞു. അപ്പം പക്ഷെ റെഡി മൈക്കിനൊന്നും ഒരു മടുത്താതിക്ക് അതല്ലേ അല്ലേ ഈച്ചു തലാട്ടാൻ പറഞ്ഞു. പിടിക്കാൻ നസറൊക്കെ ഡീസലിനെ പോയി കളിക്കണ് എറിഞ്ഞാണ്ട് പോയി. അപ്പൊ നമ്മളെല്ലാരും ഇനി എന്താന്ന് വെച്ചാല് ഒരു സിനിമക്ക് പോകാൻ ഒരുങ്ങാണ്. ഐഡന്റിറ്റി എന്താണ് പടത്തിന്റെ പേര്? ഐഡന്റിറ്റി. അപ്പൊ ഐഡന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ടൊവിനോ ചേട്ടന്റെ പടത്തിൽ തന്നെയാണ് നമ്മൾ പോണത്. നമ്മൾ അന്ന് വാക്ക് കൊടുത്തത് നമ്മളെല്ലാരും പോണം. ഞാൻ പറഞ്ഞ എല്ലാരും ചോദിച്ചാ ഈച്ചോടെ ഈച്ചൂനൊരു ട്രാവൽ കമ്പനി ഉണ്ട്, പ്ലാൻ ടു ഗോ. അപ്പൊ ഓൻ അതിന്റെ ട്രിപ്പും കാര്യങ്ങളും കണ്ടക്ട് ചെയ്തിട്ടും ഓനിപ്പോ സ്കൂൾ പരിപാടി ഇന്നെക്കാട്ടിലും പരിപാടികളായിരിക്കും ഇപ്പൊ കുട്ടികൾക്ക്. ഇന്നലെ പരിപാടി, മിഞ്ഞാന്ന് പരിപാടി, ഒക്കെ പരിപാടി. ഇന്നലെ നമ്മളെ അപ്പൊ പരിപാടികൾ ഇങ്ങനെ നിരന്തരം പരിപാടി ആയപ്പോ എന്ത് ചെയ്തു, ഈച്ചൂന് ഇങ്ങനത്തെ ഇവിടുത്തെ ചെറിയ പരിപാടികളിൽ വലിയ പരിപാടികളുള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചെറിയ പരിപാടികൾ കൂടാൻ പറ്റാതായതാണ്. അപ്പൊ ഫുള്ള് കമന്റ്. അപ്പൊ എനിക്കൊരു മനസ്സിറങ്ങി ഈച്ചോടെ. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു എല്ലാ വ്ളോഗിലും ഇനി ഒന്ന് തല ബാസിലേ കൈയെടുത്തില്ലേ മനസ്സിലായില്ലേലും പിന്നെയും മനസ്സിലായത് അങ്ങോട്ട് കൊടുത്ത്. ഇന്ന് സൽക്കാരങ്ങളുണ്ടോ? ഇന്ന് സൽക്കാരല്ല, ലുക്ക് മാറി, ലുക്കായി ഒരു ലുക്ക് വന്നു, സ്റ്റാൻഡേർഡായി. ഒരു പുതിയ ലുക്ക് അല്ലേ? പടം 6 മണി ലുക്ക് മാറിയില്ലേ? കൊറേ ആൾക്കാര് മെസ്സേജ് അയക്കാനാണ് പടത്തിനോ? കൊറേ ആൾക്കാർ മെസ്സേജ് അയക്കുക, നിങ്ങൾ പെണ്ണിട്ട് ചെക്കന്മാരൊക്കെ ഒഴിവാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങള് തമാശ 4 സൽക്കാരത്തിന് പോയതാണ്. എന്തോ പെണ്ണ് കെട്ടിയാലും 4 സൽക്കാരം അറ്റൻഡ് ചെയ്യും. ഇന്നത്തെ വേറെ കോമഡി ഉണ്ട്, നമുക്ക് ഒന്നും പറയാലോ. ഞാൻ ഇവരോട് പറഞ്ഞേ ഞാൻ കക്കടപ്പോലേക്ക് വരുന്നുണ്ട് ഒരാളെ, അതിൽ ഇന്നെ ചീത്ത അറിയാം, ഇന്നെ ഫോണെ കൂടെ പേരും ചെയ്താ ഇങ്ങോട്ട് വന്നാ എന്റെ കാര്യം തല്ലോടിക്കും. ഞാൻ പറഞ്ഞേ അതായത് ഓൻ പറഞ്ഞ ഐഡിയ എങ്ങനെ അറിയോ? എടാ നിങ്ങളെല്ലാവരും അവിടെ നിക്കി, ഞാൻ അങ്ങോട്ട് വരാം. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്റെ പെണ്ണുങ്ങളെ ചിന്നലല്ലേ കൂട്ടിക്കൊടുന്നേ.
എപ്പോഴും ഉണ്ട് ഇതിലെ പുള്ളി സ്കൂളിന്റെ ബസ്സും പോകും മറ സ്കൂളിന്റെ ബസ്സും പോകുമ്പോ ഞാനിവിടെ 2 ടൗസർ ഒക്കെ ചെടിയൊക്കെ നനച്ച് ഇങ്ങനെ നിൽക്കും അനാൻഷാ എന്നിട്ട് ഞാൻ പായലാണ് വിളിക്കുക. അപ്പൊ എന്താണ് ഇപ്പൊ ഒരു നല്ലൊരു കോസ്റ്റ്യൂം കണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇന്ന് ഞാൻ തന്നെയാണെന്ന് അറിയിച്ചു കൊടുത്തു, അനാൻഷ തന്നെയാണെന്ന് അറിയിച്ചു കൊടുത്തു. അപ്പം നമ്മളോട് പറഞ്ഞെത്തിയേ സൽക്കാരം. അപ്പൊ സൽക്കാര തിരക്കുകളിലാണ്, സൽക്കാരങ്ങളും കാര്യങ്ങളും കഴിഞ്ഞിട്ട് എന്നോട് വരണ്ടായിരുന്നു ആരി ഞാൻ എന്താ പറഞ്ഞറിയോ, അതായത് ഓനോന്റെ പെണ്ണുങ്ങൾ ഓളെ പേരിന്ന് കൂട്ടി കൊടുന്നേക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഓളെ കൂട്ടി കൊടുത്തിട്ട് നമ്മളപ്പം കൂടി വരുന്നത് ശരിയല്ല, അത് ഓക്ക് മൊത്തം ഒറ്റ കിടക്കേണ്ടി വരും. അല്ല ഡ്രെഡ് ഉണ്ടായിരുന്നല്ലേ ഓൾ എന്നോട് പറഞ്ഞു നിങ്ങള് ചെക്കന്മാരെ കൊറേ കാലം എങ്ങനെ കിടന്നേ ഡ്രെഡ് ഓളൊപ്പം കിടന്നേ അല്ല ഡ്രെഡിനെ ഒറ്റ കിടന്നില്ല. അല്ല ഓളെന്നോട് പറഞ്ഞു നിങ്ങള് ചെക്കന്മാരെല്ലാരും കൊറേ കാലം കണ്ട് കൂടല്ലേ ഇനിയിപ്പോ ഞാൻ തന്നെ പറഞ്ഞപ്പോ എന്റെ ചീത്ത അറിയണ്ടേ. എന്നോട് പറഞ്ഞു ഇനി ബനാന് പോരാ ഇനി അടുത്താഴ്ച പോകും, ഓല് വരുമ്പോ അസറും പോകില്ലേ, അപ്പൊ നിങ്ങൾ എല്ലാവരും മണ്ടല്ലോ നിങ്ങൾ പോയിക്കോളേ എനിക്ക് ഓളുണ്ടല്ലോ ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓളെ നമ്മൾ അന്യം വിളിച്ചത്. ഞാൻ വരുന്നുണ്ടോ ആണോ സാധനം കൊണ്ട് നടക്കണേ ഞാൻ ഒറ്റടി അടിച്ചാൽ മൂക്ക് തന്നെ തുറക്കും. ഒരു 3 അടിക്കട്ടോ, 3 അടിയോ? 3 പോയി എന്ന് ഇങ്ങോട്ട് പോയി. അതല്ലേ നമ്മളിവിടെ പോസ്റ്റ് ആവില്ലേ, അപ്പൊ ആ ഒരു ഗ്യാപ്പില് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാനും അസറും സൈക്കോ ഉണ്ടാവില്ലേ, എന്ത് കളിപ്പാട് നീ. അപ്പൊ ഐഡന്റിറ്റി എന്നുള്ള സിനിമയെ കുറിച്ച് എന്താ പറയുക? ഇതെന്താ നമ്പർ, ഫോൺ നമ്പർ ബ്ലോഗിൽ പറഞ്ഞ നല്ല രസീകാരം, പിന്നെ ജീവിതം ആനന്ദകരമാവും, കോളുകൾ കൊണ്ട് നിറയും, ഫാൻസുകൾ കൊണ്ട് കവിയും. വേണ്ട വേണ്ട. സ്കൂളിൽ എന്തൊക്കെ വിശേഷങ്ങൾ? നല്ല വിശേഷങ്ങൾ. ഉഷാറായിട്ട് പോകുന്നു. പുതുവത്സരം തുടങ്ങിയിട്ട് സ്കൂളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഹാപ്പി ന്യൂ ഇയർ. New year is started. What are the main changes you have seen in your school? ന്യൂ ഇയറിന് നൂറ് എവിടെയാണ് ഈച്ചോ എവിടെയാണ് ചോദിച്ചോൽക്കുള്ള ഇതാണോ? ഇവിടെ നയിച്ചോ ന്യൂ ഇയർ പരിപാടി എവിടെ വെച്ചീനി പറഞ്ഞ മെയിൻ ഡാൻസർ സ്റ്റേജ് കളിക്കബല് കളിക്കോള ഡാൻസ് ഒക്കെ വരാറുണ്ട്. ഒരു ഞാൻ പറഞ്ഞ സാധനം വാങ്ങി തരണമെങ്കിലോ ഞാൻ വാങ്ങി തരും. അത് വ്ളോഗില് മുണ്ടരുത് സർപ്രൈസ് ആയിട്ട് ഒരു കിടലൻ ഗിഫ്റ്റ്. അടി പൂക്കുറ്റി ഈച്ചുവാ. അപ്പൊ കഴിഞ്ഞ പ്ലാന്റുകോ ഡാൻസിൽ കളിച്ച കഴിഞ്ഞൊരു പാട്ടിട്ടുണ്ടോ? ഇതിനെ സർപ്രൈസ് ഞാൻ കൊടുക്കണ്ടി. ആ